സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും സിനിമാ സംബന്ധിയായ ഒരു ചെറിയ യാത്ര, മനസ്സുകൊണ്ടൊരു യാത്രയാണ് ഞാനിവിടെ നടത്തുന്നത്. ധാരാളം ഇഷ്ട സംവിധായകർ എനിക്കുണ്ട്, മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമൊക്കെ. അപ്പോൾ ഇന്ന് മലയാളത്തിലെ ഒരു പ്രശസ്ത സംവിധായകൻ അന്തരിച്ച ശ്രീ ലെനിൻ രാജേന്ദ്രനെ ഓർമ്മിക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ഏതാനും ചിത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടില്ല. ഇപ്പോൾ ചില്ല് ടി വിയിൽ കണ്ടിട്ടുണ്ട്. 1982 ചില്ല് റിലീസാകുന്നത്. അത് മുമ്പ് ടി വിയിൽ കണ്ട ഓർമ്മയുണ്ട്. നല്ല ഗാനങ്ങളും നല്ല വൃത്തിയുള്ളൊരു സിനിമയാണ്. പിന്നെ സ്വാതി തിരുനാൾ, അത് 1987 ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് റിലീസായ ചിത്രമാണ്. അതും ടി വിയിൽ കണ്ട ഓർമ്മയാണ്. കാരണം കന്യാകുമാരി ജില്ലയിലും ഇപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാതി തിരുനാൾ എന്ന ഇതിഹാസത്തെ, ആ ഒരു ജീവിതത്തെ വിശകലനം ചെയ്യുന്ന സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ പുരാവൃത്തം എന്ന സിനിമ ടി വിയിൽ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഓർമ്മയില്ല. എങ്കിലും ഓംപുരി എന്ന പ്രശസ്ത നടൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് പുരാവൃത്തം. രേവതിയായിരുന്നു അതിലെ നായിക. അതിലൊരു ചെറിയൊരു എൻ്റെ നിരീക്ഷണം, ഓംപുരി ഭർത്താവും രേവതി ഭാര്യയുമായി, അതായിരുന്നു അവരുടെ കഥാപാത്രങ്ങൾ. പക്ഷെ ഓംപുരിയുടെ ആ ഒരു പ്രായവും മറ്റും നോക്കുമ്പോൾ ഒരു രേവതി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു അച്ഛൻ്റെ ആ ഒരു ലുക്കാണ് പുള്ളിയുടെ ആ ഒരു ശരീരഘടനയും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്. ഒരു ശ്രീ ഓംപുരി എന്ന അനുഗ്രഹീത നടൻ ഈ ഒരു കഥാപാത്രത്തിന് യോജിച്ചതാണോ, അതൊരു മിസ്കാസ്റ്റിംഗ് അല്ലേ എന്ന് എൻ്റെ ചെറിയൊരു സിനിമാ സംബന്ധിയായ അല്ലെങ്കിൽ ആ ഒരു ആസ്വാദന പരിചയം വച്ച് എൻ്റെ ഒരു ചെറിയ അറിവിൽ തോന്നുകയാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. പിന്നെ മഴ എന്ന സിനിമ, അത് 2000 റിലീസാകുന്നത്. അതും തിയേറ്ററിൽ കണ്ട ഓർമ്മയുണ്ട്. നല്ലൊരു ചിത്രമായിരുന്നു. പല അംഗീകാരങ്ങളും ലഭിച്ചൊരു ചിത്രമാണ്. ബിജു മേനോൻ, സംയുക്ത വർമ്മ തുടങ്ങിയ താരങ്ങളാണ്. ശ്രീമതി മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മഴ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ദൈവത്തിൻ്റെ വികൃതികൾ, വളരെ ആസ്വാദകരുടെയും നിരൂപകരുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് ദൈവത്തിൻ്റെ വികൃതികൾ. ശ്രീ എം മുകുന്ദൻ്റെ അതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം. അതിൽ ശ്രീ രഘുവരനാണ് മുഖ്യ കഥാപാത്രം. ആ മാന്ത്രികൻ്റെ, മജീഷ്യൻ്റെ വേഷം ചെയ്തത്. അതും ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രമായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏതാനും ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ശ്രീ ലെനിൻ രാജേന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വൃത്തിയുള്ള സിനിമകളായിരുന്നു അദ്ദേഹം ചെയ്തത്. കാരണം ഈ സമാന്തര സിനിമ എന്നൊക്കെ കൊണ്ടുദ്ദേശിക്കുന്ന ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രീ ലെനിൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. കാരണം തീരെ പൈങ്കിളിയിലോട്ട് തരം താഴാതെ, എന്നാൽ വലിയ ബൗദ്ധിക വ്യായാമങ്ങൾ ആവശ്യപ്പെടാത്ത ലളിതമായ സിനിമകൾ, അതായത് ആ സമാന്തര പാതയിലൂടെ സഞ്ചരിക്കുന്ന സിനിമകളാണ്. ശ്രീ ലെനിൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിൽ നിന്നും
ഇതുപോലെ ഭേദപ്പെട്ട ചിത്രങ്ങൾ കൈരളിക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരം ശ്രീ ലെനിൻ രാജേന്ദ്രൻ എന്ന സംവിധായകനെ കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് തോന്നിയ ചിന്തകൾ പങ്കുവെക്കണമെന്ന് തോന്നി. അതിൻ്റെ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.